നമസ്കാരം. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ക്ഷണം ലഭിച്ചു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും സായുധ സേനയുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയായാണ് പ്രവർത്തിക്കുന്നത്. അടുത്തിടെ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടതുപോലെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഗണ്യമായ പ്രതിരോധ സഹകരണത്തിന് അടിവരയിടുന്ന റഫേൽ ജെറ്റുകൾ അവതരിപ്പിക്കുന്ന എയർ ഷോയാണ് ഇവന്റിന്റെ ശ്രദ്ധേയമായ സവിശേഷത. ഈ വർഷമാദ്യം പാരീസിൽ നടന്ന ബാസ്റ്റിൽ ഡേ പരേഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായിരുന്നു. ഹാഷിമാരയിൽ നിന്നുള്ള 101 സ്ക്വാഡ്രണിൽ നിന്നുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റുകൾ ഫ്ലൈപാസ്റ്റിന്റെ ഭാഗമാവുകയും ചെയ്തു. അന്ന് ജൂലൈ 14 പാരീസിലെ പരേഡിൽ ഇന്ത്യൻ സായുധ സേനയുടെ 269 അംഗ സേനാ സംഘവും പാരീസിലെ ചാംസ് എലീസിൽ സാരെ ജഹാൻസെ അച്ച എന്ന താളത്തിൽ മാർച്ച് നടത്തി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ഏറ്റവും കൂടുതൽ ക്ഷണങ്ങൾ ലഭിച്ച ഒരേ ഒരു രാജ്യം എന്ന വിശേഷണം ഫ്രാൻസിനുണ്ട്. 1976 ഫ്രഞ്ച് പ്രധാനമന്ത്രി ജാക്വസ് ചിരാഗ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെടുന്ന ആദ്യ ഫ്രഞ്ച് നേതാവായി. 1980 ഫ്രഞ്ച് പ്രസിഡന്റ് വലേരി ഗിസ്കാർഡ് ഡി എസ്റ്റൈങ്ങിനും 1998 പ്രസിഡന്റ് ജാക്വസ് ചിറാസിനും 2008 പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിക്കും 2016 പ്രസിഡന്റ് ഫ്രാൻസ്വാ ഹോളണ്ടിനും തുടർന്നുള്ള ക്ഷണങ്ങൾ ലഭിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡനെ ഇന്ത്യ ക്ഷണിച്ചിരുന്നെങ്കിലും സന്ദർശനം യാഥാർത്ഥ്യമായില്ലെന്ന് ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസൈറ്റി നേരത്തെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. പ്രസിഡന്റ് ബൈഡന് ക്ഷണം സ്വീകരിക്കാൻ കഴിയാത്തതിന് അമേരിക്കൻ പക്ഷം ഒരു പ്രത്യേക കാരണം നൽകിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിന് ഡൽഹിയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ അനന്തരഫലമായി ഇന്ത്യൻ തലസ്ഥാനത്ത് നടക്കാനിരുന്ന ക്വാഡ് ഉച്ചകോടി മാറ്റിവെക്കേണ്ടിയും വന്നു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25 വർഷം കൂടി 2023 അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം സന്ദർശിച്ച ശേഷം അടുത്ത 25 വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് പുറത്തിറക്കി. അതിൽ ഇന്ത്യൻ അന്തർവാഹിനി കപ്പൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പര്യവേക്ഷണം ചെയ്യാൻ ഇരുപക്ഷവും സമ്മതിച്ചു. ശക്തി എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള ഫ്രഞ്ച് പിന്തുണ എന്നിവ ഉൾപ്പെടെ നിരവധി സംരംഭങ്ങളെ കേന്ദ്രീകരിച്ചു. ഇൻഡോ പസഫിക്കിലും മറ്റും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയും ഫ്രാൻസും. പരിഷ്കരിച്ച ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഫ്രാൻസ് സ്ഥിരമായി പിന്തുണയ്ക്കുകയും UN-ൽ പാകിസ്ഥാൻ ഭീകരവാദികളെ പട്ടികപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.